എനിക്ക് തോന്നുന്നു ഇനി ഈ ട്വിസ്റ്റ് വന്നത് ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള കുട്ടികൾ അതുപോലെ തന്നെ കാണുമ്പോൾ അത്രയ്ക്ക് അട്രാക്റ്റീവ് അല്ലാത്ത ആളുകളും കാണും. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ വലിയ വണ്ടിയിലൊക്കെ വന്ന് കൊണ്ടുവന്ന് പറയുമ്പോൾ ഈ ഭംഗിയുള്ള അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അവർ തിളങ്ങി നിൽക്കുന്നവരെ ഓൾറെഡി കൊണ്ടുപോകാൻ ആളുണ്ട്, അവർക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അല്ലാത്ത ആളുകളെ അവരാണ് ഈ റോഡിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഒരു വിഭാഗം. ഇതായിരിക്കും ട്വിസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ ട്വിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ മറ്റവർക്ക് ആ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് നോക്കിയറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് പ്രായമുള്ള ആളുകളെ കാണാം ട്രാൻസ്ജെൻഡേഴ്സ്. പക്ഷെ കേരളത്തിൽ കാണുന്നില്ല. നോക്കിയാൽ മതി. ഈ ട്രാൻസ്ജെൻഡർ കൾച്ചർ എനിക്കൊന്ന് കേരളത്തിൽ വന്നിട്ട് അധികം കാലമായിട്ടില്ല. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൽ ഞാൻ ബോധേഡാവേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ചോദിക്കും നീ എന്തിനാണ് അവിടെ ഞാൻ. പക്ഷേ സമൂഹം എന്ന രീതിയിലും ഇവരൊക്കെ നമ്മുടെ സഹോദരങ്ങളിലും ഞാൻ കരുതുക. അതായത് നമുക്കൊരു പാരസിറ്റമോൾ, ഞാൻ ഈ പറയുന്ന വിഷയം എനിക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു വിവാദമായിരിക്കാം. അതിന് വിവാദം എന്ന് പറയുന്നത് എനിക്ക് അറിവില്ലാത്തൊരു വിഷയമാണ്. പക്ഷെ ഞാനത് എടുത്ത് ഈ ഒരു സമൂഹത്തിലേക്ക് വെക്കുക. ഒരു പാരസിറ്റമോൾ പോലും കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷം നമ്മുടെ ശരീരത്തിന് പോകാനായിട്ട് ദിവസങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ട്രാൻസ്ജെൻഡേഴ്സും അവർ 10,000 രൂപയുടെ ഹോർമോൺസ് ശരീരത്തിൽ ചെയ്യുന്നത്, മരുന്നുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു 25-30 വയസ്സ് 35 വയസ്സ് നമ്മൾ കാണുന്നുണ്ട്. ഇവരുടെ ഒരു 50-കൾ 60-കൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ്? അപ്പൊ ചോദ്യം നീ എന്തിനാ ചിന്തിക്കുന്നത്? അവർ ജീവിക്കട്ടെ അവര്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു പറഞ്ഞാൽ ഇവര് നമ്മൾ സഹോദരങ്ങളായിട്ട് കാണുമ്പോൾ ഞാൻ ആലോചിക്കുക. പക്ഷെ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ ഈ പറയുന്ന കൂട്ട് നമ്മൾ കൈ അടിച്ചിട്ട് കാശ് മേടിച്ച് പിച്ച എടുത്ത്, നമ്മുടെ നാട്ടിൽ അങ്ങനെ കേരളത്തിൽ വന്നിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് പിച്ച എടുക്കുന്ന റോഡിൽ വന്നിരിക്കുന്ന അതൊക്കെ കണ്ടിട്ടുണ്ട്.